ഓക്കെ, തേർഡ് മോഡ്യൂളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. തേർഡ് മോഡ്യൂളിൽ എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ എന്താണ് കംപ്രഷൻ എന്ന് പറയാം. ഓക്കെ, കംപ്രഷനും കൺസോളിഡേഷനും. ഇപ്പം നമ്മൾ സെക്കൻഡ് മോഡ്യൂളിലും ഫസ്റ്റ് മോഡ്യൂളിലൊക്കെ നമ്മൾ കുറേ സോയിലിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ പഠിച്ചു. സോ ഇനി നമ്മൾ തേർഡ് മോഡ്യൂളിൽ നമ്മൾ ഓരോ ടൈപ്പ് ഫൂട്ടിങ്, ആ ഫൂട്ടിങ്ങിന് എന്തിനാണ് നമ്മൾ ആ ടൈപ്പ് ഫൂട്ടിങ് കൊടുക്കുന്നു, അപ്പോൾ ആ ഒരു ഫൂട്ടിങ് കൊടുക്കുമ്പോൾ സോയിലിന് കംപ്രഷൻ ആണോ കൺസോളിഡേഷൻ ആണോ ഉണ്ടാവുന്നത്, എന്താണ് കംപ്രഷനും കൺസോളിഡേഷനും തമ്മിലുള്ള ഡിഫറൻസ്, ഫൂട്ടിങ്ങിൻ്റെ എഫക്റ്റ്, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ തേർഡ് മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ കംപ്രഷനും കൺസോളിഡേഷനും തമ്മിൽ എന്താണ് വ്യത്യാസം എന്ന് ആദ്യം നോക്കാം. സോ റിഡക്ഷൻ ഇൻ വോളിയം അണ്ടർ പ്രഷർ, അതാണ് കംപ്രഷൻ എന്ന് പറഞ്ഞാൽ. എന്നാൽ കൺസോളിഡേഷൻ എന്താ, അതായത് ഒരു പെട്ടെന്ന് ഉണ്ടാവുന്ന ഈ സോയിൽ മാസിനുണ്ടാവുന്ന എന്താ പറയുക റിഡക്ഷൻ, അതിൻ്റെ വോളിയത്തിൻ്റെ റിഡക്ഷൻ, അതിനാണ് കംപ്രഷൻ പറയുന്നത്. പക്ഷേ കൺസോളിഡേഷൻ എന്താ, ഒരു ടൈം എടുത്തുണ്ടാവുന്ന ഒരു പ്രോസസ്സാണ് കൺസോളിഡേഷൻ പറയുന്നത്. അത് പെട്ടെന്ന് സഡനായിട്ട് ഉണ്ടാവുന്നതല്ല, അത് ഗ്രാജ്വലായിട്ട് ടൈം എടുത്ത് കാലങ്ങളോളം ഉണ്ടാവുന്നതാണ് കൺസോളിഡേഷൻ പറയുന്നത്. റിഡക്ഷൻ ഇൻ വോളിയം ഓഫ് ഫുള്ളി സാച്ചുറേറ്റഡ് സോയിൽ ഓഫ് ലോ പെർമിബിലിറ്റി കുറവുള്ള സോയിലിനൊക്കെ എന്തുണ്ടാവും, റിഡക്ഷനൊക്കെ ഉണ്ടാവാനുള്ള കാരണം കൺസോളിഡേഷനാണ്. ഇറ്റ് ഒക്കേഴ്സ് ഡ്യൂ ടു ഡിസിപ്പേഷൻ ഓഫ് എക്സസ് പോർ വാട്ടർ പ്രഷർ. എങ്ങനെയാണ്, കംപ്രഷനിലാണെങ്കിലും കൺസോളിഡേഷനൊക്കെ ആണെങ്കിലും വോളിയം സോയിൽ മാസിൻ്റെ കുറയുക എന്ന് പറയുന്നത് എങ്ങനെയാണ്, അതിനകത്തുള്ള എയറും വാട്ടറും ഒക്കെ പുറത്തോട്ട് പോകുമ്പോഴാണ്. ഒരു വ്യത്യാസം പറഞ്ഞാൽ കംപ്രഷൻ പറഞ്ഞ ഒരു പെട്ടെന്ന് ഉണ്ടാകുന്ന പ്രോസസ്സാണെങ്കിൽ കൺസോളിഡേഷൻ എന്ന് പറയുന്നത് ഒരു ടൈം ഡിപ്പെൻഡൻറ്റ് ഒരു പ്രോസസ്സാണ്. കുറച്ച് ടൈം എടുത്തിട്ട് എയറും പോർ വാട്ടറും ഒക്കെ പുറത്തോട്ട് പോകുന്ന പ്രോസസ്സിനെയാണ് കൺസോളിഡേഷൻ എന്ന് പറയുന്നത്. ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടൈപ്സ് ഓഫ് ഫൗണ്ടേഷൻ ഫെയിലിയർ. സോ ഫൗണ്ടേഷൻ ഫെയിലിയർ എന്ന് പറഞ്ഞാൽ രണ്ട് ടൈപ്പ് ഫൗണ്ടേഷൻ ഫെയിലിയർ ആണ് ഉണ്ടാവുന്നത്. ഡ്യൂ ടു എക്സസീവ് സെറ്റിൽമെൻറ്റും ഡ്യൂ ടു ഷിയർ ഫെയിലിയർ ഇൻ സോയിലും. ഒന്ന് സെറ്റിൽമെൻറ്റ് കൊണ്ട് നമുക്ക് ഫൗണ്ടേഷൻ ഫെയിലിയർ ചെയ്യാം. അതായത് നമ്മളിപ്പോൾ മാറ്റ് ഫൗണ്ടേഷൻ ആണ്, ഇല്ലെങ്കിൽ ഐസൊലേറ്റഡ് ഫൂട്ടിംഗ് ആണ്, ഏത് ഫൗണ്ടേഷനാണ് നമ്മൾ കൊടുക്കുന്നതാണെങ്കിലും ആ ഫൗണ്ടേഷൻ ബ്രേക്ക് ആവാൻ, അത് ഫെയിലാവാൻ രണ്ട് കാരണങ്ങളാണുള്ളത്. എക്സസീവ് സെറ്റിൽമെൻറ്റ്, അതായത് സോയിൽ ഇങ്ങനെ എല്ലാം അടിഞ്ഞു പോവില്ല, താഴോട്ടേക്ക് ഇങ്ങനെ അമർന്നു പോവുക, അതാണ് സെറ്റിൽമെൻറ്റ്. ഇല്ലെങ്കിൽ ഷിയർ കൊണ്ട് ഉണ്ടാവുന്ന ഫെയിലിയർ. അപ്പോൾ ഈ രണ്ട് കാരണം കൊണ്ടാണ് ഫൗണ്ടേഷൻ ഫെയിലിയർ ഉണ്ടാവുന്നത്. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് പിസ ടവർ. ഇറ്റലിയിൽ ഉണ്ടാകുന്ന പിസ ടവർ ഒന്ന് ചെരിഞ്ഞല്ലേ ഇരിക്കുന്നത്. അതെന്താ, അവിടെ സോയിൽ സെറ്റിൽമെൻറ്റ് ചെയ്തിട്ടാണ് ആ പിസ ടവർ ചെരിഞ്ഞിരിക്കുന്നത്. സോ settlement, the total vertical downward deformation at the surface resulting from the applied load is called settlement. അതായത് ടോട്ടൽ വെർട്ടിക്കൽ ഡൗൺവേർഡ് ഡീഫോർമേഷൻ ആണ്. അതായത് ഒരു ലോഡ് കൊടുക്കുമ്പോൾ സോയിലെല്ലാം കൂടി താഴോട്ടേക്ക് പോകുന്നു, അതാണ് സെറ്റിൽമെൻറ്റ് എന്ന് പറയുന്നത്. ഈ ടൈപ്സ് ഓഫ് സെറ്റിൽമെൻ്റ് ആണ് പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ് ഉണ്ട്, ടെമ്പററി ഉണ്ട്, യൂണിഫോം ഉണ്ട്, ഡിഫറൻഷ്യൽ സെറ്റിൽമെൻറ്റ് ഉണ്ട്. Permanent settlement caused by sliding, rolling of soil particle under applied stress and reduction of void ratio, crushing of soil particle, consolidation settlement. So ഇത്രയും സെറ്റിൽമെൻറ്റ് ജസ്റ്റ് ഒന്ന് പഠിച്ചു പോവാട്ടോ, കുറച്ച് തിയറി ഭാഗമാണ്, അപ്പം ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് പോകുന്നുള്ളൂ. ടെമ്പററി സെറ്റിൽമെൻറ്റ് എന്നാൽ സെറ്റിൽമെൻറ്റ് ഡ്യൂ ടു ഇലാസ്റ്റിക് കംപ്രഷൻ ഓഫ് സോയിൽ ആൻഡ് ജനറലി വെരി സ്മോൾ ഇൻ സോയിൽ. ടെമ്പററി സെറ്റിൽമെൻറ്റ് കുറച്ചേ ഉണ്ടാവുള്ളൂ. Type of settlement with respect to uniformity, and uniform settlement all the points settles by equal amount. യൂണിഫോം ആയിട്ട് സെറ്റിൽ ചെയ്യുക, എല്ലാ പോയിൻറ്റും യൂണിഫോമായി സെറ്റിൽ ചെയ്യുന്നതാണ് യൂണിഫോം സെറ്റിൽമെൻറ്റ്. ആൻഡ് ജനറലി ഒക്കേഴ്സ് അണ്ടർ റിജിഡ് ഫൗണ്ടേഷൻ ലോഡഡ് വിത്ത് യൂണിഫോം പ്രഷർ ആൻഡ് റൂട്ടിംഗ് ഓവർ യൂണിഫോം സോയിൽ. പിന്നെ മിനിമം റിസ്ക് ടു സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റി ആൻഡ് റിസ്ക് ടു സർവീസബിലിറ്റി. സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റിക്ക് കുറച്ച് റിസ്കേ ഉള്ളൂ, പിന്നെ സർവീസബിലിറ്റിക്കാണ്, അത് കുറേ കാലങ്ങളോളം ഈ ഒരു ഫെയിലിയർ ഉണ്ടാവുമ്പോൾ സസ്റ്റെയിൻ ചെയ്യുമ്പോൾ അതിൻ്റെ സർവീസബിലിറ്റിക്ക് എഫക്റ്റ് ചെയ്യുന്നു. ഇനി ഡിഫറൻഷ്യൽ സെറ്റിൽമെൻ്റ് ആണ് ഡിഫറെൻറ്റ് പാർട്ട്. അതായത് യൂണിഫോം ആയിട്ട് സോയിൽ ഒന്നടങ്കം അങ്ങനെ താഴോട്ടേക്ക് പോകണമെങ്കിൽ യൂണിഫോം സെറ്റിൽമെൻറ്റ്, പക്ഷേ
ഇപ്പോൾ ഒരു വീട് നിൽക്കുക വിചാരിക്കുക, 4 കോർണറിലും ഒരേപോലെ സെറ്റിൽമെൻറ്റ്. ഒരു കോർണറിൽ ഒരു 5 mm സോയിൽ താഴോട്ടേക്ക് പോകുന്നു, അങ്ങനെ 4 കോർണറിലും 5 mm സോയിൽ താഴോട്ടേക്ക് പോരുകയാണെങ്കിൽ യൂണിഫോം സെറ്റിൽമെൻറ്റ് എന്ന് പറയാം. എന്നാൽ ഒരു വീട്ടിൽ 2 കോർണറിൽ ഒരു 5 mm മറ്റ് 2 കോർണറിൽ ഒരു 10 mm ആണ് സെറ്റിൽമെൻറ്റ് സോയിൽ നടന്നതെങ്കിൽ അതെന്താ, യൂണിഫോം അല്ല, അത് ഡിഫറൻഷ്യൽ സെറ്റിൽമെൻറ്റാണ്. അപ്പോൾ അവിടെ നടുക്ക് കൂടെ വിള്ളലൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടാവും. ഓക്കെ, ഇനി വിത്ത് റെസ്പെക്റ്റ് മോഡ് ഓഫ് ഒക്കറൻസ് ആണ്. അതിൽ വന്ന് ഇമ്മീഡിയറ്റ് സെറ്റിൽമെൻ്റ് ഉണ്ട്, പ്രൈമറി കൺസോൾട്ടേഷൻ സെറ്റിൽമെൻറ്റ്, സെക്കൻഡറി കൺസോൾട്ടേഷൻ സെറ്റിൽമെൻ്റ് ഉണ്ട്. ഇമ്മീഡിയറ്റ് സെറ്റിൽമെൻറ്റ് പറഞ്ഞാൽ കോസ്ഡ് ബൈ ഇലാസ്റ്റിക് ഡിഫോർമേഷൻ ഓഫ് ഡ്രൈ മോയ്സ്റ്റ് സാച്ചുറേറ്റഡ് സോയിൽ, നോ ചേഞ്ച് ഇൻ ദ മോയ്സ്ചർ കണ്ടന്റ് ഒക്കർ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ കൺസ്ട്രക്ഷൻ, കമ്പ്യൂട്ടഡ് യൂസ് ഇലാസ്റ്റിക് തിയറി, ഇമ്പോർട്ടൻറ്റ് ഫോർ ദി ഗ്രാനുലാർ സോയിൽ. Primary consolidation due to expulsion of water from the soil, dissipation of pore pressure, increase in the effective stress. It is important for the inorganic clay. Secondary consolidation, volume change due to rearrangement of particles occurs in the കോൺസ്റ്റൻറ്റ് എഫക്റ്റീവ് സ്ട്രെസ്, ഇമ്പോർട്ടൻറ്റ് ഫോർ ദ ഓർഗാനിസംസ്. അതായത് നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നത് ഈ ടൈപ്പ് സെറ്റിൽമെൻ്റ് ആണ്. ഇമ്മീഡിയറ്റ് സെറ്റിൽമെൻറ്റും പ്രൈമറി കൺസോൾട്ടേഷൻ സെറ്റിൽമെൻറ്റും സെക്കൻഡറി കൺസോൾട്ടേഷൻ സെറ്റിൽമെൻറ്റും. അതായത് ഒരു വീട് നമ്മൾ കൺസ്ട്രക്ട് ചെയ്തു, അപ്പോൾ ഒരു വീട് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ താഴെ ഉണ്ടാകുന്ന സോയിലിന് ചെറിയൊരു സെറ്റിൽമെൻറ്റ് ഉണ്ടാവില്ലേ പെട്ടെന്ന് കൺസ്ട്രക്ട് ചെയ്തതിൻ്റെ ഉടനെ തന്നെ, അതാണ് പ്രൈമറി സെറ്റിൽമെൻറ്റ് ആണ്. പക്ഷേ കുറച്ചുകൂടി ടൈം കഴിഞ്ഞാൽ അതിനകത്തുള്ള വാട്ടറും പ്രഷറൊക്കെ പുറത്തോട്ടേക്ക് പോകും. സോ അവിടെ ഒരു സെറ്റിൽമെൻറ്റ് ഒരു ടൈം എടുത്തിട്ട് കുറച്ചുകൂടി സെറ്റിൽ ചെയ്യും. ആ ഒരു സെറ്റിൽമെൻറ്റിനെയാണ് പ്രൈമറി കൺസോൾട്ടേഷൻ സെറ്റിൽമെൻറ്റ് പറയുന്നത്. ആദ്യം ഒരു വീട് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഇമ്മീഡിയറ്റ് സെറ്റിൽമെൻറ്റ്, പെട്ടെന്നൊരു സ്ട്രക്ചർ വരുമ്പോൾ ഉണ്ടാകുന്ന സോയിലുണ്ടാകുന്ന സെറ്റിൽമെൻറ്റ്. പക്ഷേ കുറച്ചുകൂടി ടൈം എടുത്തിട്ട് അതിനകത്ത് വാട്ടറും എയറൊക്കെ പുറത്തോട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന സെറ്റിൽമെൻ്റ് ആണ് എന്ത് പറയുന്നത്, പ്രൈമറി കൺസോൾട്ടേഷൻ സെറ്റിൽമെൻറ്റ് എന്ന് പറയുന്നത്. ഇനി സെക്കൻഡറി കൺസോൾട്ടേഷൻ സെറ്റിൽമെൻ്റ് ആണ് കുറച്ചും കൂടി കുറേ കാലങ്ങൾക്ക് ശേഷം ഉണ്ടാകുന്ന സെറ്റിൽമെൻ്റ് ആണ് സെക്കൻഡറി. അപ്പോൾ ആദ്യം നമ്മളൊരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ആദ്യം ഉണ്ടാകുന്ന സെറ്റിൽമെൻറ്റ് ഇമ്മീഡിയറ്റ് ഓർ ഇലാസ്റ്റിക് സെറ്റിൽമെൻ്റ് ആയിരിക്കും. പിന്നെ അത് എന്തിലേക്ക് മാറും, പ്രൈമറി കൺസോൾട്ടേഷൻ സെറ്റിൽമെൻ്റ് ആയിട്ട് മാറും, പിന്നെ സെക്കൻഡറി കൺസോൾട്ടേഷൻ സെറ്റിൽമെൻ്റ് ആയിട്ട് മാറും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സോ ഇമ്മീഡിയറ്റ് സെറ്റിൽമെൻ്റ് ഉണ്ട്, കൺസോൾട്ടേഷൻ സെറ്റിൽമെൻ്റ് ഉണ്ട്, ആൻഡ് സെക്കൻഡറി കൺസോൾട്ടേഷൻ സെറ്റിൽമെൻറ്റ്. സോ ടോട്ടൽ സെറ്റിൽമെൻറ്റ് എന്തിൻ്റെ സമ്മയിരിക്കും, അപ്പോൾ ഈ 3 സമ്മ, ഇമ്മീഡിയറ്റിൻ്റെയും കൺസോൾട്ടേഷൻ സെറ്റിൽമെൻറ്റിൻ്റെയും സെക്കൻഡറി കൺസോൾട്ടേഷൻ സെറ്റിൽമെൻറ്റിൻ്റെ സമ്മയിരിക്കും ടോട്ടൽ സെറ്റിൽമെൻറ്റ് എന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് സെറ്റിൽമെൻറ്റിൻ്റെ കോസ്റ്റസ് ആണ്. കുറച്ചുകൂടി നിങ്ങളൊരു വായിച്ചാൽ മതി ഇരുന്നിട്ട്. അണ്ടർഗ്രൗണ്ട് ഇറോഷൻ, സ്ട്രക്ചറൽ കൊളാപ്സ് ഓഫ് സോയിൽ, തെർമൽ ചേഞ്ച്, ഫ്രോസ്റ്റ് ഹീവ്, വൈബ്രേഷൻ ആൻഡ് ഷോക്സ് ആൻഡ് മൈനിങ് സബ്സിഡൻസ്, ലാൻഡ് സ്ലൈഡ്സ്, ക്രീപ്പ്, ചേഞ്ച് ഇൻ ദ വിസിനിറ്റി. സോ ഇത്രയും കാര്യങ്ങളാണ്. പിന്നെ ഡിസ്കസ് ചെയ്യുന്നത് സെറ്റിൽമെൻറ്റ് അനാലിസിസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ 4 സ്റ്റേജ് ഓഫ് സെറ്റിൽമെൻ്റ് ഉള്ളത്. ഒന്ന് ഇമ്മീഡിയറ്റ് സെറ്റിൽമെൻറ്റ്. ഏതൊക്കെയാണ് ഇമ്മീഡിയറ്റ് സെറ്റിൽമെൻറ്റ്, കൺസോൾട്ടേഷൻ സെറ്റിൽമെൻറ്റ്, സെക്കൻഡറി കൺസോൾട്ടേഷൻ സെറ്റിൽമെൻറ്റ്. 4 അല്ല 3. അതിനകത്ത് ഫസ്റ്റത്തെ ഇമ്മീഡിയറ്റ് സെറ്റിൽമെൻറ്റ് 2 ടൈപ്പ് സോയിലിനുള്ളത് നമ്മൾ കൺസിഡർ ചെയ്യണം. ഒന്ന് കൊഹസീവ് സോയിലും ഒന്ന് കൊഹഷൻലെസ് സോയിലും. ഈ 2 സോയിലുണ്ടാവുന്ന ഇമ്മീഡിയറ്റ് സെറ്റിൽമെൻറ്റിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ക്വസ്റ്റ്യനിൽ ഒരു പ്രോബ്ലം തരികയാണ്, അതിൽ കൊഹസീവ് സോയിലാണ് അതിൻ്റെ ഇമ്മീഡിയറ്റ് സെറ്റിൽമെൻറ്റ് കാണാൻ ചോദിച്ചാൽ നമ്മൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷനാണ് ഈ ഇക്വേഷൻ, SI = QB × 1 - μ² / ES × I. അതിനകത്ത് ഓരോ ടേം എന്താ, എസ് എന്താ, SI എന്താ, Q എന്താ, B എന്താ, മ്യൂ എന്താ എന്നൊക്കെ താഴെ കൊടുത്തിരിക്കുന്നുണ്ട്. Q പറഞ്ഞാൽ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ്, B പറഞ്ഞാൽ ക്യാരക്ടറിസ്റ്റിക്സ് ലെങ്ത് ഓഫ് ദി ലോഡഡ് ഏരിയ, ES പറഞ്ഞാൽ മോഡുലസ് ഓഫ് വെലോസിറ്റി, മ്യൂ പറഞ്ഞാൽ പോയിസൺസ് റേഷ്യോ, I പറഞ്ഞാൽ ഇൻഫ്ലുവൻസ് ഫാക്ടർ. സോ അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയി കാണണം. I പറഞ്ഞാൽ ഇൻഫ്ലുവൻസ് ഫാക്ടർ. ഇൻഫ്ലുവൻസ് ഫാക്ടർ കണ്ടുപിടിക്കാൻ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്, ടേബിൾ 23.8. അതായത് അത് ഫ്ലെക്സിബിൾ ഫൂട്ടിംഗ് ആണെങ്കിൽ 3 പോയിൻ്റാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. സെൻറ്റർ, കോർണർ, ആവറേജ്. അത് നമ്മളിപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ മനസ്സിലാവില്ല, പക്ഷെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് ഇങ്ങനെ ചോദിക്കും ഇമ്മീഡിയറ്റ് സെറ്റിൽമെൻറ്റ് കണ്ടുപിടിക്കാൻ ഫോർ ദി കൊഹസീവ് സോയിൽ. എന്നിട്ട് അതിന് Q തരും, B തരും, ES തരും, മ്യൂ തരും, എല്ലാം തരും. എന്നിട്ട് ഏത് ടൈപ്പ് ഫൂട്ടിംഗ് അറിയും, ഒന്നെങ്കിൽ ഫ്ലെക്സിബിൾ ഫൂട്ടിംഗ് പറയും, ഇല്ലെങ്കിൽ റിജിഡ് ഫൂട്ടിംഗ് പറയും. അങ്ങനെ നമ്മൾ ഈ ടേബിളിന് നമ്മൾ I വാല്യൂ എടുത്തിട്ട് വേണം ഇമ്മീഡിയറ്റ് സെറ്റിൽമെൻറ്റ് ഇക്വേഷൻ കൊടുത്തിട്ട് നമ്മൾ ചെയ്യാൻ.
ഇനിയിപ്പോൾ കോഷൻലെസ് സോയിലാണെങ്കിൽ, സോ നമ്മൾ ഇപ്പോൾ ഇത് ടെക്സ്റ്റിൻ്റെ PDF ആണ്. ഈച്ച് ആൻഡ് എവറി വേർഡ് ഇതിൽ പഠിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് വേണ്ടത് മാത്രം പഠിച്ചാൽ മതി. സോ കൊഹസീവ് സോയിലിൻ്റെ ഇതിൻ്റെ കേസിലാണെങ്കിൽ നമ്മൾ എന്താ പറയുക, ഇക്വേഷൻ ഉണ്ടെന്ന് പറയണം, പിന്നെ ഈ ടേബിൾ പറയണം, അതിനകത്ത് ഓരോ ടേം എന്താ പറയണം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ അതിനകത്ത് പറഞ്ഞു. ഡീറ്റെയിൽ ആയിട്ട് ഇതിനകത്ത് പറഞ്ഞ എല്ലാ ഈച്ച് ആൻഡ് എവറി വേർഡ് ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല, പഠിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി കൊഹിഷൻലെസ് സോയിലാവുമ്പോൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷനാണ് ഇത്. SI = C1 C2 Q bar minus Q summation of Z = 0 to 2B IZ by ES into delta Z. അതിനകത്ത് C1 എങ്ങനെ കണ്ടുപിടിക്കുക? 1 - 0.5 Q by ഇതായി ഇക്വേഷൻ വെച്ചാൽ അതിൽ. അതുപോലെ C2 കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഉണ്ട്, Q bar കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഉണ്ട്, ES കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഉണ്ട്, IZ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഉണ്ട്. അങ്ങനെ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്താൽ നമുക്ക് കിട്ടും. അത് പ്രോബ്ലം ചെയ്യുമ്പോൾ ഒന്നും കൂടി മനസ്സിലാവും. പിന്നെ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ IZൻ്റെ വാല്യൂ, ഇപ്പോൾ ഇക്വേഷനിൽ IZ എന്ന ടേം ഉണ്ടല്ലോ, IZ പറഞ്ഞാൽ സ്ട്രെയിൻ ഇൻഫ്ലുവൻസ് ഫാക്ടറാണ്. എന്താണ് സ്ട്രെയിൻ ഇൻഫ്ലുവൻസ് ഫാക്ടർ? സ്ട്രെയിൻ ഇൻഫ്ലുവൻസ് ഫാക്ടറിൻ്റെ വാല്യൂസ് ഓരോ ടൈപ്പ് ഫൂട്ടിങ്ങിനനുസരിച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ അതിനകത്ത് പറയണ്ടല്ലോ, സ്ക്വയർ ഓർ സർക്കുലർ ആണെങ്കിൽ IZൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0.1, 0.5, 0 ആ റേഞ്ചിൽ ഇങ്ങനെ വാരി ചെയ്യും. അറ്റ് എ ഡെപ്ത്ത് Z, അതായത് Z = 0 ആകുമ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് IZ വാല്യൂ 0.1 ആയിരിക്കും. Z = 0.5B ആകുമ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂ 0.5 ആയിരിക്കും. Z = 2B ആകുമ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂ 0.0 ആയിരിക്കും. ഇത് സർക്കുലർ ഫൂട്ടിംഗ് ആകുമ്പോൾ. റെക്റ്റാങ്കുലർ ഫൂട്ടിംഗ് ആകുമ്പോൾ എങ്ങനെയാണ്? നമ്മൾ L/B റേഷ്യോ കാണണം. അതായത് ഇതൊക്കെ ഓരോ സ്റ്റെപ്പാണ്. ഇപ്പോൾ കോഷൻലെസ് സോയിലാകുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്. ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെങ്കിൽ IZ വേണം. IZ വേണമെങ്കിൽ ഏത് ടൈപ്പ് ഫൂട്ടിംഗ് ആണ് നമ്മൾ നോക്കണം. ഇപ്പോൾ സർക്കുലർ ഫൂട്ടിംഗ് ആണെങ്കിൽ IZൻ്റെ വാല്യൂസ് 0.1, 0.5, 0.0 ഇങ്ങനെയാണ് വാരി ചെയ്യുക. ഇനിയിപ്പോൾ റെക്റ്റാങ്കുലർ ഫൂട്ടിംഗ് ആണെങ്കിൽ നമ്മൾ L/B റേഷ്യോ കാണണം. എന്നിട്ട് അതിൻ്റെ IZൻ്റെ വാല്യൂസ് വേരിയേഷൻ കാണണം. 0.2, 0.5, 0.0 എന്നുള്ള രീതിയിൽ വാരി ചെയ്യുന്നത്. പിന്നെ കൺസോൾട്ടേഷൻ സെറ്റിൽമെൻറ്റ് കണ്ടുപിടിക്കുമ്പോൾ ജസ്റ്റ് ഈ ഡെഫിനേഷൻ വായിക്കുക, ഇക്വേഷൻ. ഇതിനകത്ത് നമുക്ക് സിലബസിനകത്ത് ഈ ഇമ്മീഡിയറ്റ് സെറ്റിൽമെൻറ്റ്, അതായത് ഫസ്റ്റുള്ള ഈ സെറ്റിൽമെൻറ്റ് ഇല്ലേ, ഇമ്മീഡിയറ്റ് സെറ്റിൽമെൻറ്റിൻ്റെ മാത്രം പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാനുള്ളൂ. ബാക്കി കൺസോൾട്ടേഷൻ സെറ്റിൽമെൻറ്റ് ആണെങ്കിലും ഒക്കെ ഒന്ന് ജസ്റ്റ് എന്താണെന്ന് അറിഞ്ഞു വെച്ചാൽ മതി. സോ പ്രോബ്ലം നമ്മൾ നോക്കുമ്പോൾ എസ്റ്റിമേറ്റ് ദ ഇമ്മീഡിയറ്റ് സെറ്റിൽമെൻറ്റ് ഓഫ് ദ ഫൂട്ടിംഗ് തന്നിട്ടുണ്ട്. 1.5 മീറ്റർ ബൈ 1.5 ഫൗണ്ട് അറ്റ് ഡെപ്ത് തന്നിട്ടുണ്ട്. സിൽറ്റി സോയിൽ ആണ് പറഞ്ഞിട്ട്. ഹൂസ് മോഡുലസ് ഓഫ് വെലോസിറ്റി ഈസ് 90 kN/m². ദ ഫൂട്ടിംഗ് ട്രാൻസ്മിറ്റ് എ യൂണിറ്റ് പ്രഷർ ഓഫ് 200 kN/m². അസ്യൂം ദ ഇൻഫ്ലുവൻസ് ഫാക്ടർ IF = 0.08. സോ നമ്മളോട് എന്താ ഇവിടെ കാണാൻ പറഞ്ഞത്? ഇമ്മീഡിയറ്റ് സെറ്റിൽമെൻറ്റ്. സോ ഇമ്മീഡിയറ്റ് സെറ്റിൽമെൻറ്റ് കണ്ടുപിടിക്കാൻ നമ്മളെ കയ്യിൽ എത്ര ഇക്വേഷൻ ഉണ്ട്? 2 ടൈപ്പ് ഇക്വേഷൻ ഉണ്ടാ. ഇമ്മീഡിയറ്റ് ഫോർ ദി കൊഹസീവ് സോയിലും ഇമ്മീഡിയറ്റ് സെറ്റിൽമെൻറ്റ് ഫോർ ദി കൊഹിഷൻലെസ് സോയിലും. സോ നമുക്ക് ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 1.5 മീറ്റർ ബൈ 1.5 മീറ്റർ ഫൗണ്ട് അറ്റ് ഡെപ്ത് ഓഫ് 1 മീറ്റർ ഇൻ എ സിൽറ്റി സോയിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. സിൽറ്റി സോയിൽ എന്ന് പറഞ്ഞാൽ എന്താ? ക്ലേ സിൽറ്റി സോയിൽ എന്നൊക്കെ പറയുന്നത് ഏത് ടൈപ്പ് വരും? ഈ ടൈപ്പ് ഫസ്റ്റത്തെ കൊഹസീവ് സോയിലാണ്. ക്ലേ സിൽറ്റി സോയിൽ എന്നൊക്കെ പറഞ്ഞാൽ കൊഹസീവ് സോയിലാണ്. അപ്പോൾ കൊഹസീവ് സോയിലിൻ്റെ ഇക്വേഷൻ എന്താ? SI = QB × 1 - μ² by ES × I അല്ലേ? സോ ഇവിടെ എല്ലാ വാല്യൂസും തന്നിട്ടുണ്ട്. Q തന്നിട്ടുണ്ട്, 200 തന്നിട്ടുണ്ട്. IF 0.82 തന്നിട്ടുണ്ട്. ബ്രെഡ്ത്ത് സ്ക്വയർ ഫൂട്ടിംഗ് ആകുമ്പോൾ 1.5 വന്നിട്ടുണ്ട്. ES 90 kN/m² വന്നിട്ട് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, നമുക്ക് എന്ത് കിട്ടും? ഇമ്മീഡിയറ്റ് സെറ്റിൽമെൻറ്റ് കിട്ടും. ഇനി സെയിം തിങ് ഇനി എന്താ? റെക്റ്റാങ്കുലർ ഫൂട്ടിംഗ് തന്നിട്ടുണ്ട്. റെക്റ്റാങ്കുലർ ഫൂട്ടിംഗ് ആകുമ്പോൾ പിന്നെ വേറെ എന്തൊക്കെയാണ്? റെക്റ്റാങ്കുലർ ഫൂട്ടിംഗ് എക്സെറ്റ് പ്രഷർ തന്നിട്ടുണ്ട്, Q തന്നിട്ടുണ്ട്. പിന്നെ കൊഹസീവ് സോയിലാണ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇക്വേഷൻ ഏതെടുക്കേണ്ട? ഫസ്റ്റ് ഇക്വേഷൻ QB × 1 - μ² by ES × I. അതിനകത്ത് ES തന്നിട്ടുണ്ട്, μ തന്നിട്ടുണ്ട്. ഇനി ഫൂട്ടിംഗ് ഈസ് ഫ്ലെക്സിബിൾ. കണ്ടീഷൻ A ഫൂട്ടിംഗ് ഈസ് ഫ്ലെക്സിബിൾ, കണ്ടീഷൻ B ഫൂട്ടിംഗ് ഈസ് റിജിഡ്. അപ്പോൾ ഫസ്റ്റത്തെ എടുക്കുക, ഫൂട്ടിംഗ് ഈസ് ഫ്ലെക്സിബിൾ എന്നുള്ളത്.
എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ടേബിൾ നോക്കുക. ഇമ്മീഡിയറ്റ് സെറ്റിൽമെൻറ്റിൻ്റെ കേസിൽ ഈ ഇക്വേഷൻ കഴിഞ്ഞിട്ട് ഈ ടേബിൾ ഫൂട്ടിങ് ഈസ് ഫ്ലെക്സിബിളും ഫൂട്ടിങ് ഈസ് റിജിഡിനും 2 സെപ്പറേറ്റ് കോളം കൊടുത്തിട്ടുണ്ട്. അതിന് കറസ്പോണ്ടിങ് ഐൻ്റെ വാല്യൂ ആണ് നമുക്ക് കിട്ടേണ്ടത്. ഇനി ഷേപ്പ് ഏതാ? ആ ഷേപ്പിനനുസരിച്ച് റെക്റ്റാങ്കിൾ ആണ്. സോ അതിൻ്റെ L/B റേഷ്യോ നോക്കുക. എന്നിട്ട് കറസ്പോണ്ടിങ് വാല്യൂ ഫ്ലെക്സിബിളിനുള്ള വാല്യൂം റിജിഡിനുള്ള വാല്യൂ എന്ന് കണ്ടുപിടിക്കുക. ഇപ്പോൾ ഫ്ലെക്സിബിളിനകത്ത് ഇതിനകത്ത് എന്താ പറഞ്ഞത്? ഫ്ലെക്സിബിളും റിജിഡാണെന്നുണ്ട്. പക്ഷേ ഈ ടേബിളിനകത്ത് ഫ്ലെക്സിബിളിന് തന്നെ 3 പോയിൻ്റ് ഉണ്ട്. സെൻറ്റർ ഉണ്ട്, കോർണർ ഉണ്ട്, ആവറേജ് ഉണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും ഏതാണ് പോയിൻ്റ് എന്ന്. സോ നോക്കാം. ഡിറ്റർമൈൻ ദ അറ്റ് ദി സെൻറ്റർ. കണ്ടോ, ഡിറ്റർമൈൻ ദ SI അറ്റ് ദി സെൻറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ എന്താ ചെയ്യുക? ഫസ്റ്റ് ഓപ്ഷൻ എടുക്കുക, അതിൻ്റെ L/B റേഷ്യോ കാണുക. അപ്പോൾ 3/2 ലെങ്ത് ബൈ ബ്രെഡ്ത്ത് 3/2 ഈക്വൽ ടു 1.5. സോ 1.5 എവിടെയാണ്? അറ്റ് ദി സെൻറ്റർ. അപ്പോൾ ഈ ടേബിളിലോട്ട് പോവുക. L/B റേഷ്യോ 1.5 കിട്ടി. എന്നിട്ട് അതിൻ്റെ L/B റേഷ്യോ 1.5 കിട്ടി. സെൻറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. അതിൻ്റെ കറസ്പോണ്ടിങ് എത്രയാ? 1.36. അതുപോലെ എടുത്താൽ എന്ത് കിട്ടും? ഓക്കെ, അതുപോലെ എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? ഇത് കിട്ടും. സോ എ പാർട്ട് കിട്ടി. ഇനി ബി പാർട്ട് എന്താ? റിജിഡ് ഫൂട്ടിങ് ആയിരുന്നു. സെയിം സംഭവം തന്നെ എന്താണ് എടുക്കേണ്ടത്? L/B റേഷ്യോൻ്റെ L/B റേഷ്യോൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള റിജിഡ് ഫൂട്ടിങ്ങിൻ്റെ എന്താ ഈ വാല്യൂ അതാണ് എടുക്കേണ്ട. ഐ വാല്യൂ എന്ന് പറയുന്നത് അതെടുക്കുക, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി അടുത്തത് ഷോസ് ദ സ്ക്വയർ ഫൂട്ടിംഗ് റെസ്റ്റിംഗ് ഓൺ എ സാൻഡ് ഡെപ്പോസിറ്റ്. ദ പ്രഷർ അറ്റ് ദ ലെവൽ ഓഫ് ദ ഫൗണ്ടേഷൻസ് ക്യൂ ബാർ ഇസ് ഇക്വൽ ടു 200 kN/m². ദിസ് ഫിഗർ ഷോസ് ദ വേരിയേഷൻ ഓഫ് ദി ഇലാസ്റ്റിക് മോഡുലസ് വിത്ത് ദ ഡെപ്ത്. ഡിറ്റർമിൻ ദ സെറ്റിൽമെൻറ്റ് ഓഫ് ദി ഫൗണ്ടേഷൻ ആഫ്റ്റർ 6 years ഓഫ് ദ കൺസ്ട്രക്ഷൻ. സോ ഇവിടെ എന്താ ചോദിച്ചത്? ആഫ്റ്റർ 6 years ഓഫ് ദി കൺസ്ട്രക്ഷൻ. സോ ഇത് കൊഹസീവ് സോയിലാന്നൊന്നും പറഞ്ഞില്ലല്ലോ. സ്ക്വയർ ഫൂട്ടിങ് തന്നു. സാൻഡാണ്, കൊഹസീവ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? സാൻഡ്